പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. 2020 നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യയിലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയൊരു മാറ്റം വരികയാണ്. എന്നാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ 4 ഇയർ UG പ്രോഗ്രാമിലുള്ള മാറ്റം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ഡിഗ്രി കോഴ്സുകൾ ഇതുവരെ 3 വർഷമാണെങ്കിൽ അത് 4 വർഷമാകാൻ പോവുകയാണ്. 4 വർഷത്തെ 4 ഇയർ UG പ്രോഗ്രാം കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങളുണ്ട്. ആദ്യമായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റേതായ സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ നൽകുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്തൊരു ഘട്ടമൊക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് പോയി നോക്കാം. 4 ഇയർ UG പ്രോഗ്രാം കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികൾ, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റികളാണ് ഈ 4 ഇയർ UG പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജ്, യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലെ ഡിഗ്രി കോഴ്സുകളിലാണ് ഈ 4 ഇയർ UG പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. ഓട്ടോണമസ് കോളേജും ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 4 ഇയർ UG പ്രോഗ്രാമിൽ 3 തരത്തിലാണ് കോഴ്സുകൾ ഉള്ളത്. ഒന്ന് 3 ഇയർ UG പ്രോഗ്രാം, മറ്റൊന്ന് UG ഓണേഴ്സ് വിത്ത് റിസർച്ച്, മൂന്നാമത്തത് UG ഓണേഴ്സ്. 3 ഇയർ UG പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി 4 വർഷത്തെ കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന് കരുതുക. ആ വിദ്യാർത്ഥിക്ക് 3 വർഷം കഴിഞ്ഞിട്ട് ഈ വിദ്യാർത്ഥിക്ക് നിർത്തണം, എനിക്ക് ഇത് മതി, എനിക്ക് ഇതോടുകൂടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അതിനെയാണ് പറയുക 3 ഇയർ UG പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള സിസ്റ്റം പോലെ തന്നെയാണ്. അപ്പോൾ ക്രെഡിറ്റ് എന്നുള്ളതിലൊരു സംശയം ഉണ്ടായിരിക്കും. ഒരു വിദ്യാർത്ഥി ഇപ്പോൾ നിലവിലുള്ളതിലും ഒരു കോഴ്സ്, ഒരു സബ്ജക്റ്റ് പഠിക്കണേ അതിന് ഇത്ര ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്ത് കോളേജിലൊക്കെ ഉള്ള ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ് ഉണ്ട്. അങ്ങനെ വിവിധ സബ്ജക്റ്റുകളെ ക്രെഡിറ്റ് കൂട്ടിയിട്ട് 133 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് 3 വർഷത്തെ 3 ഇയർ UG പ്രോഗ്രാമിലൂടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അതിനെന്ത് പറയുക, 3 ഇയർ UG പ്രോഗ്രാം എന്ന് പറയുന്നത്. അടുത്തൊന്നാണ് UG ഓണേഴ്സ് വിത്ത് റിസർച്ച്. അത് 4 വർഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 177 ക്രെഡിറ്റ് ആണ് ഇതിൽ വേണ്ടത്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവസാന വർഷത്തിൽ ഒരു 12 ക്രെഡിറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് UG ഓണേഴ്സ് വിത്ത് റിസർച്ച്. ഇവിടെ നമുക്ക് ഓണേഴ്സ് ഡിഗ്രി കിട്ടും വിത്ത് റിസർച്ചോട് കൂടിയുള്ള ഓണേഴ്സ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥിക്ക് PGക്ക് പോവാതെ തന്നെ PhDക്ക് അഡ്മിഷന് പോകാവുന്നതാണ്. അതാണ് UG ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവസാന സെമസ്റ്ററിൽ എന്ത് ചെയ്യണം, ഒരു 12 ക്രെഡിറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തതാണ് UG ഓണേഴ്സ്. അതിൽ റിസർച്ച് ഉണ്ടാവില്ല, ചെറിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാവും. ഇവിടെ ഉള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ 4 വർഷമാണ്, 177 ക്രെഡിറ്റ് ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് ഒരു വർഷം കൊണ്ട് അടുത്തൊരു വർഷത്തിൽ PGക്ക് ലാറ്ററൽ എൻട്രി ആയിട്ട് അഡ്മിഷൻ എടുത്ത് PG ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ്, ഒരു വർഷം കൊണ്ട് ഇനി PG ഒരു വർഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സാധനം ഇതിൽ അങ്ങനെ ഉണ്ടാവില്ല. 2 വർഷത്തെ PG ഉണ്ടാവും. അതിലേക്ക് എന്താ ചെയ്യാം, ഇങ്ങനെ UG ഓണേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ ഇതിലേക്ക് സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്ത് പോകാവുന്ന. 3 വർഷം കൊണ്ട് നിർത്തിയ ഒരു വിദ്യാർത്ഥിക്ക് 2 വർഷത്തെ PG ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ 3 രീതിയിലാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ഈ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത ഫ്ലെക്സിബിലിറ്റി പറഞ്ഞാൽ നമുക്ക് മറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. ആ പഠിച്ചതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ ഇതിലേക്ക് ജോയിൻ ചെയ്യും, നമ്മളെ ക്രെഡിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ പഠിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് മറ്റ് കോളേജുകളിലേക്ക്, അതുപോലെ തന്നെ നിലവിലില്ലാത്ത യൂണിവേഴ്സിറ്റികളിലേക്കും വരെ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് എന്നൊരു വിദ്യാർത്ഥിക്ക് MG യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാം. അപ്പോൾ കാലിക്കറ്റ് നിന്ന് പഠിച്ചൊരു എത്ര ക്രെഡിറ്റാണോ പഠിച്ചത് ആ ക്രെഡിറ്റ് അവിടെ നിലവിലുണ്ടാവും. അതിലേക്ക് എന്ത് ചെയ്യും, ആ ക്രെഡിറ്റിലേക്ക് MGയിൽ നിന്ന് ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ അവിടെ നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ഇതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ 3 ഇയർ UG പ്രോഗ്രാമിൽ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഈ വിദ്യാർത്ഥി വീണ്ടും വരികയാണ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് UG ഓണേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സംവിധാനം. ഫ്ലെക്സിബിലിറ്റി, ഏത് സമയത്തും എക്സിറ്റ് ആൻഡ് എൻ്റർ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. എന്നാൽ 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥി സർട്ടിഫിക്കറ്റ് കോഴ്സ്
സർട്ടിഫിക്കറ്റോട് കൂടി എക്സിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് 2 വർഷം കഴിഞ്ഞാൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ ഓപ്ഷൻ ഇതിൽ നിലവിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ N-1 സിസ്റ്റം ഉണ്ട്. N-1 സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി 4 ഇയർ UG പ്രോഗ്രാം ജോയിൻ ചെയ്താൽ 8 സെമസ്റ്റർ ഉണ്ടാവുക. ഈ 8 സെമസ്റ്ററിലെ സബ്ജക്റ്റുകളെല്ലാം 7 സെമസ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്ത് 177 ക്രെഡിറ്റ് 7 സെമസ്റ്റർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഓൺലൈൻ കോഴ്സ് മറ്റതൊക്കെ എടുത്തുകൊണ്ട് ഈ വിദ്യാർത്ഥി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 സെമസ്റ്റർ കൊണ്ട് തന്നെ 4 വർഷത്തെ ഡിഗ്രിയുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനാണ് N-1 സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ 5 പാത്ത് വേഴ്സ് ഉണ്ട്. 5 പാത്ത് വേഴ്സ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 5 പാത്ത് വേഴ്സ് ആയിട്ട് വിദ്യാർത്ഥി തിരഞ്ഞെടുക്കാം. ഒന്ന് സിംഗിൾ മേജർ ആണ് നിലവിലുള്ള. ഇപ്പോൾ ഒരു BA എക്കണോമിക്സ് ആണ് ഞാൻ പഠിച്ചത്. ആ BA എക്കണോമിക്സ് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ 6 മൈനർ സബ്ജക്റ്റുകൾ. എൻ്റെ കോർ പേപ്പർ എന്ന് പറയുന്ന മേജർ പേപ്പർ എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എനിക്ക് എക്കണോമിക്സിലാണ് ഡിഗ്രി ലഭിക്കുക. അതാണ് സിംഗിൾ മേജർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മേജർ സബ്ജക്റ്റ് ഉണ്ടാവും, അതാണ് എക്കണോമിക്സ്. ഇനി അത് ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൻ്റെ കൂടെ തന്നെ 6 മൈനർ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഓരോന്നിനും ഇത്ര ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു മേജർ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ 2 മൈനറുകൾ ഉണ്ടാവും. എക്കണോമിക്സ് വിത്ത് ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ്. ഓക്കെ, ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്സ്. അങ്ങനെയുള്ളതിന് എന്താ പറയുക, മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം ആൻഡ് ട്രാൻസ്ലേഷൻ. ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഒരു മേജർ ഉണ്ടാവും, 2 മൈനർ സബ്ജക്റ്റ് ഉള്ളതാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. ഇനി അടുത്ത മേജർ വിത്ത് മൈനർ. ഒരു മേജർ ഉണ്ടാവും, അതിനനുസരിച്ച് ഒരു മൈനർ ഉണ്ടാവും. സുവോളജി വിത്ത് ബോട്ടണി, കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ് വിത്ത് എക്കണോമിക്സ്, ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ്. ഇതിനെന്ത് പറയുക, മേജർ വിത്ത് മൈനർ എന്ന് പറയുന്നത്. അടുത്ത മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ. മേജർ വിത്ത് വൊക്കേഷണൽ ഒരു വൊക്കേഷണൽ കോഴ്സ് ആയിരിക്കും പഠിക്കാം. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൊമേഴ്സ് വിത്ത് ടാക്സേഷൻ. ഇതുപോലുള്ളതിന് എന്താ പറയുക, മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡബിൾ മേജർ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ഡബിൾ മെയിൻ പോലെ ഫിസിക്സ് വിത്ത് മാത്തമാറ്റിക്സ് പോലുള്ള ഡബിൾ മെയിൻ കോഴ്സുകളുണ്ട്. ഹിസ്റ്ററി വിത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളുണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററി വിത്ത് അറബിക്ക് പോലുള്ള അതിന് എന്താ പറയുക, ഡബിൾ മേജർ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ 5 പാത്ത് വേഴ്സ് ആണുള്ളത്. അത് ഓരോ കോളേജിലും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. ഞാനിപ്പോൾ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഞാനൊരു കോളേജിൽ ജോയിൻ ചെയ്തു. ആ കോളേജിൽ പോയിട്ട് എനിക്ക് തോന്നുകയാണ് ഞാൻ ഈ മേജർ എടുത്ത് അതിൻ്റെ കൂടെ മൈനർ ഇതൊക്കെ ആയിരിക്കണം എന്ന് തോന്നിയത് കൊണ്ടല്ല, ആ കോളേജിൽ നിലവിലുള്ള കോഴ്സുകളായിരിക്കും അപ്പോൾ എടുക്കേണ്ടി വരാം. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ കോഴ്സുകളുള്ള കോളേജുകൾ ചൂസ് ചെയ്യുമ്പോഴാണ് അതിനൊരു ഒന്നും കൂടി ഗുണപരമാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇവിടെ മുതലാക്കണം. നിങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ സ്കിൽ കോഴ്സുകളൊക്കെ പഠിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണം. അതിനുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഇതിൻ്റെ കൂടെ ഈ 4 ഇയർ ഡിഗ്രീൻ്റെ കൂടെ ലഭ്യമാണ്. ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ലഭ്യമാണ്. ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. മറ്റു കോഴ്സ് അത് നിങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ട് വരും. ഇൻറ്റേൺഷിപ്പിന് അതും ക്രെഡിറ്റ് ആയിട്ട് ആഡ് ചെയ്യും. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നിങ്ങളുടെ കോഴ്സ് ബന്ധിപ്പിച്ച ഒരു ഇൻറ്റേൺഷിപ്പ് വെക്കേഷനിലൊക്കെ പോയി ചെയ്യാം. കോഴ്സിൻ്റെ കൂടെ ചെയ്യാനുള്ള അവസരമുണ്ട്. കോളേജിൽ തന്നെ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതുപോലെ വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഇതിൻ്റെ കൂടെ നിങ്ങളൊരു സ്കിൽ ഓറിയൻറ്റഡ് ആക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാമത്തെ ഘട്ടം. 2ാം ഘട്ടം നിങ്ങളിലേക്ക് ഞാൻ വരുന്നതായിരിക്കും എന്നും കൂടി പറയുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റു പല കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ പറയുകയാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ എടുക്കുന്നത് പോലെ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് വരാം. ഈ ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കിക്കൊണ്ട് നിങ്ങൾ നല്ല ഓൺലൈൻ കോഴ്സുകൾ, നല്ല സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ, ഇൻറ്റേൺഷിപ്പിൻ്റെ അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു അമേരിക്കയിൽ നിന്ന് ഒരു കമ്പനി വന്ന് കേരളത്തിലെ കോളേജുകളിൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ എല്ലാ കപ്പാസിറ്റിയുമുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിട്ട് അവർക്ക് പെൺകുട്ടികളെ മതി, അത് വർക്ക് ഫ്രം ഹോമിൽ ജോലി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് കുട്ടികളെ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ടു. എല്ലാവരുടെയും SLC ബുക്കിലുള്ള ഗ്രേഡ് ചിലപ്പോൾ ITക്ക് A+ ആയിരിക്കും. പക്ഷേ നമ്മളെ മുന്നിൽ നമുക്ക് അതിന് സ്കിൽ ഓറിയൻറ്റഡ്, നമ്മൾ അതിൽ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ അറിയാം. പക്ഷേ അതിൻ്റെ എല്ലാ ലെവലിലും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ സ്വയം ചെയ്ത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയാണ്. ഓക്കെ, താങ്ക് യു.